നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിൽ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു, സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ ഒരു സംഘപരിവാറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ജാതിവാൽ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട അങ്ങനെ കുറേ രീതിയിൽ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഒരു കമൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യലിന് ഒരു തരത്തിലും സംശയിക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രവും പറഞ്ഞു വെക്കുന്നതാണ്. അവിടെ സംശയിക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ പേരിൽ ഏതെങ്കിലും സംഘപരിവാറുകാർ വച്ചിട്ടുള്ള വെള്ളം അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അങ്ങനെയും അല്ല, അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ കൈയടക്കാൻ വരുന്ന CPM-കാരും അവർക്കും അബദ്ധമുണ്ട്. അങ്ങനെയും വിമർശിക്കേണ്ട. കാരണം 10 വർഷക്കാലത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടതിനെതിരായിട്ട് സമരം ചെയ്തിട്ട് കൂടിയാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നെ ഇക്കാര്യത്തിൽ കാര്യമറിയാതെ അല്ലെങ്കിൽ കാര്യങ്ങളെ വേണ്ടത്ര മനസ്സിലാക്കാതെ കൈയടിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെ ഉള്ള ഒരു പൊസിഷൻ, ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അറിവിലും വായനയിലും പരിമിതമായ രാഷ്ട്രീയ പരിചയത്തിൽ എനിക്ക് മനസ്സിലായ കോൺഗ്രസിൻ്റെ നെഹ്റുവിയൻ ലെഫ്റ്റ്, സെൻട്രൽ ലെഫ്റ്റ് ഐഡിയോളജിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജാതിവാലികൾ ഒരു അധിക ഭാരമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അലങ്കാരമായിട്ട് പോലും അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ടതാണെന്ന് വിചാരിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തെ വിമർശിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. ഈ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന VD സതീശൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷത്തിൻ്റെ ഒക്കെ പിന്തുണ അത് മറുഭാഗത്ത് വലിയ തോതിൽ ഒരു ടൂളായി അല്ലെങ്കിൽ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്നൊരു ന്യായീകരണം വരുന്നുണ്ട്. അല്ല, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആള് അദ്ദേഹം ആരായാലും അദ്ദേഹത്തെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കണ്ടേ? കേരള കോൺഗ്രസും RSPയും CMP ഒക്കെ പിന്തുണയ്ക്കണ്ടേ? പ്രതിപക്ഷ നേതാവിനെ UDF-ലെ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണം. ആ പിന്തുണ അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. ഇനി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പിന്തുണ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്, ഹൈന്ദവ സമുദായങ്ങളിൽ നിന്ന്, എല്ലാ വിഭാഗത്തിൽ നിന്നും, ആദിവാസികളിൽ നിന്നും, ദളിതരിൽ നിന്നൊക്കെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് 102 ആളുകൾ UDF-ന്റെ ജയിച്ചു വരുന്നത്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു മതത്തിലും ജാതിയിലേക്കും കെട്ടാൻ നോക്കുന്ന തെറ്റാണ്. അദ്ദേഹത്തെ മനസ്സിലാക്കിയത് തെറ്റായതുകൊണ്ടാണ് അങ്ങനെ. അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം ഒരു കൃത്യമായ സെക്യുലർ പൊസിഷനുള്ള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ വാചകത്തിൽ അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ കാലം ഓർത്ത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ സ്മരിച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിൽ അതിൻ്റെ പേരിൽ ജാതിവാലുണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിലുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 1. 2. അദ്ദേഹത്തെ സംഘപരിവാർ ചാപ്പ കുത്താൻ ശ്രമിക്കുകയും വേണ്ട. അദ്ദേഹത്തെ ഇപ്പം അങ്ങ് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിൽ ആവേശത്തോടെ വരുന്ന സൈബർ സഖാക്കന്മാർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ്. കോൺഗ്രസിൻ്റെ പൊസിഷൻ ഇതാണ് എന്നുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ വിലയിരുത്തേണ്ടത് ഒരു വാക്കിലോ വാചകത്തിലോ അല്ല, അയാളുടെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. അദ്ദേഹം ഒരു തരത്തിലും ആരുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ NSS അടക്കമുള്ള സംഘടനകൾക്കുള്ളൊരു മറുപടി അങ്ങനെ ഇത് കണ്ടുകൂടെ വേണമെങ്കിൽ? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം VD സതീശൻ എന്ന പേര് കഴിഞ്ഞ 10-20 വർഷത്തിലധികമായിട്ട് എന്നെപ്പോലുള്ള മനുഷ്യരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ വായന, അദ്ദേഹത്തിൻ്റെ കാലികമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, കാഴ്ചപ്പാട്, ശക്തമായ ആർജവത്തോടെ അഭിപ്രായം പറയാനുള്ള ശേഷി, ഇതൊക്കെ ഞങ്ങളെ നയിച്ചിട്ടുള്ളതാണ്. പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ ആരാധനയോടെ കാണുന്ന മനുഷ്യരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു സമുദായ നേതാവിനോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായം അല്ലെങ്കിൽ ജാതിവാൽ ഉപയോഗിക്കേണ്ട പരിമിതമായ സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. VD സതീശൻ എന്നുള്ള ഒറ്റ പേര് കൊണ്ട് തന്നെയാണ് ഈ പതിറ്റാണ്ടുകളോളം അദ്ദേഹം പ്രവർത്തിച്ചത്. ആ പേരിൽ തന്നെയാണ് അഡ്രസ്സ് ചെയ്യപ്പെട്ടത്. മതമേലധ്യക്ഷന്മാരോ സാമുദായിക നേതാക്കന്മാരുടെ മുമ്പിൽ അദ്ദേഹം പേര് മാറ്റിയിട്ടല്ലല്ലോ ചെന്നത്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മതി എല്ലാ സമുദായ നേതാക്കന്മാർക്കുള്ള മറുപടി പറയാനായിട്ട്. എല്ലാ സമുദായ നേതാക്കന്മാരുടെ ആക്ഷേപങ്ങൾക്ക് ഉപരിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും പിന്തുണയോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിയായതും. പറയുന്നത് ഇതൊരു അസുലഭ നിമിഷമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അത് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞതായിരിക്കാം എന്നുള്ളത് അത്ര ഒരു ന്യായീകരണം കൂടി വരുന്നുണ്ട്. അല്ല, അങ്ങനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുന്നതിന് തെറ്റുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കുറേ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ട് ഏതൊരാളും അയാളുടെ ജീവിതത്തിലെ അസുലഭമായ ഒരു സുമുഹൂർത്തത്തിലെത്തുമ്പോൾ, പതിറ്റാണ്ടുകളായിട്ടുള്ള സേവനത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പിതാവിനെയും മാതാവിനെയും കുടുംബത്തെയൊക്കെ സ്മരിക്കുന്നത് ഒരു തെറ്റുമില്ലെന്നേ. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിനുശേഷം ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ജാതിവാലികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ ന്യായീകരിച്ച് കൈയടിക്കുന്നത് പണ്ട് രഞ്ജിത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് അതിലെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ആഘോഷമാക്കിയ ഒരേ പോലെയാണ്. അത് കണ്ട് കൈയടിച്ച് വന്ന ആളുകളാണ് നമ്മൾ. പിന്നീട് നമ്മൾക്ക് അതിൽ കുറേ കൂടി പഠനവും കാഴ്ചപ്പാടൊക്കെ മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന തെറ്റുകളുണ്ടായിരുന്നു എന്ന് തിരുത്തപ്പെടേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരം പ്രയോഗങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജാതിവാലികളില്ലാത്ത കോൺഗ്രസ് ആണ് കുറച്ചുകൂടി ഇൻക്ലൂസീവ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. കാരണം ജാതിവാലികളുടെ പ്രിവിലേജ് എപ്പോഴും ഈ സോ കോൾഡ് അപ്പർ കാസ്റ്റുകൾക്കാണ് സൗകര്യം കിട്ടുന്നത്.
ഇത് ഉപയോഗിക്കാത്ത മനുഷ്യരാണ് മഹാഭൂരിപക്ഷവും. അവരുടെ പ്രിവിലേജ് എന്താ? ഞാൻ പറഞ്ഞ ഈ എല്ലാ പ്രിവിലേജുകളും ഉള്ള ആളുകൾ സൗകര്യപൂർവ്വം മറന്നപ്പോൾ പ്രിവിലേജുകൾ ഇല്ലാത്ത മനുഷ്യർ തെരുവിലിറങ്ങി പോരാടിയത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഭരണം കിട്ടുന്നത് 10 വർഷം ശേഷം. അപ്പോൾ ജാതിവാലുകളുടെ പ്രിവിലേജ് എല്ലാ കാലത്തും സൗകര്യപ്രദമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് നമുക്കറിയാം. ഇത് ഉപയോഗിക്കാത്ത മനുഷ്യരുടെ ദശാബ്ദങ്ങളായിട്ടുള്ള സഹനങ്ങൾ കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഉപയോഗിക്കാത്തവർക്ക് എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല? ഒരാളുടെ പേരിൻ്റെ കൂടെ പൊലയനെന്നോ പറയനെന്നോ അല്ലെങ്കിൽ ദളിതനെന്നോ അല്ലെങ്കിൽ ആദിവാസിയെന്നോ അല്ലെങ്കിൽ ലത്തീനെന്നോ ഒന്നും ചേർക്കുന്നില്ലല്ലോ. ഏതൊക്കെയാണ് ജാതിവാലികളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്? പ്രിവിലേജുകളുള്ളവരാണ്. പ്രിവിലേജ് ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏത് തരത്തിലായാലും ജാതിവാലികൾ പ്രിവിലേജിൻ്റെ സൂചന തന്നെയാണ്.